ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പുതിയതായിട്ട്, അതായത് ഒരു വീട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിലും പഴയ വീടാണെങ്കിലും പുതിയ വീടാണെങ്കിലും നമുക്ക് സ്റ്റെയറിൻ്റെ ഏരിയയിൽ ഫുഡ് ലാമ്പിൻ്റെ, അതായത് ആ സ്റ്റെയർ നടന്നു പോകുന്ന സൈഡിൽ ചെറുതായിട്ട് ഒരു ഡിം ലൈറ്റ്സ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം. അതുമാത്രമല്ല, ഈ ഡിം ലൈറ്റ്സ് കൊടുക്കുന്ന സമയത്ത് എത്ര മോഡികളുടെ ബോക്സ് കൊടുക്കണം, എത്ര മോഡികളുടെ ഫുഡ് ലാമ്പുകളാണ് കൊടുക്കേണ്ടത്, എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരു പഴയ വീടാണ്. പഴയ വീടിൻ്റെ സ്റ്റെയർ ഏരിയയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് പണ്ടത്തെ മാർബിളിൻ്റെ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-25 വർഷം പഴക്കമുള്ള വീടാണ്. അതിലൂടെ നമ്മൾ സൈഡിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫുഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ലാമ്പ് എന്ന് വെച്ചാൽ 2 മോഡിയുള്ള ഫുഡ് ലാമ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെയർ അങ്ങനെ 3 സെക്ഷനായിട്ട്, അതായത് ആദ്യമേ തന്നെ വേണ്ടത് തുടങ്ങുന്ന സ്ഥലത്ത്, കയറി വരുന്ന സ്ഥലത്ത് നമ്മളൊരു ഫുഡ് ലാമ്പ് കൊടുത്തു. പിന്നെ സ്റ്റെയറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം കൊടുത്തു. പിന്നെ ഒരു ലാൻഡിങ്ങിൽ കൊടുത്തു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റെയർ കയറുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ 2 വേ സ്വിച്ച് വരാൻ പോകുന്നത്. അതായത് 2 വേ കൺട്രോളിങ് വേണമല്ലോ. മുകളിലും താഴെയും നമ്മൾ 2 വേ സ്വിച്ച് കൊടുക്കുന്നുണ്ട്. ഫുഡ് ലാമ്പിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ലാൻഡിങ്ങിൻ്റെ 2 സൈഡുകളിലായിട്ടും വരുന്ന ലൈറ്റ്, മെയിൻ ലൈറ്റിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 2 വേ സ്വിച്ചാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും തുരുമ്പെടുക്കാത്ത രീതിയിലുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്ത്, അതായത് കയറി വരുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റെപ്പിൽ നിന്നും ഒരു 10 ഇഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൊടുത്തിരിക്കണം. 10 ഇഞ്ച് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ 10 ഇഞ്ചാണ് താഴെ നിന്ന് ഒരു 10 ഇഞ്ച് കൊടുത്തിരിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഴയ വീട് അല്ലെങ്കിൽ പുതിയ വീടാണെങ്കിലും ഏതാണെങ്കിലും പുതിയ വീട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാനൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് മുന്നായിരിക്കും നമ്മൾ വെട്ടിപ്പൊളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്കർട്ടിങ് നിങ്ങൾക്ക് കാണാനുണ്ടോ? ഈ സ്കർട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിൽ 2 ഇഞ്ചോ 3 ഇഞ്ചോ ഹൈറ്റിൽ നിന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ സ്കർട്ടിങ് അവർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ബോക്സിൻ്റെ മുകളിലൂടെ ബോക്സിൻ്റെ പകുതിയായിട്ട് പോകും. അപ്പോൾ മിനിമം നമ്മളൊരു 10 ഇഞ്ചെങ്കിലും നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതിന് മുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ഇഞ്ചെങ്കിലും ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിങ്ങിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു, സെൻറ്റർ ചെയ്തിട്ട് അവിടെയും 2 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാൻഡിങ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ലാൻഡിങ് കയറി വരുന്നതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് വീണ്ടും ഒരു 2 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എല്ലാ സ്വിച്ച് ബോർഡുകളും മോഡുലാർ ബോക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ലാൻഡിങ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് ഒരു സെക്ഷൻ കൂടി ഉണ്ട്, ഒരു ചെറിയ സെക്ഷൻ കൂടി വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ഏരിയ വരുന്നുണ്ട്. ആ ഏരിയയിലേക്ക് നമ്മളൊരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ആദ്യം എത്ര ഫുഡ് ലാമ്പ് കൊടുക്കണം എന്ന് കണ്ട, ഇത് ഏറ്റവും മുകളിലേക്ക് കയറി വരുന്ന ലാൻഡിങ് ആണ്. ആ ലാൻഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ആ ലാൻഡിങ്ങിൽ തന്നെ, അതായത് ഏറ്റവും മുകളിലത്തെ ലാൻഡിങ്ങിൽ ചെല്ലുന്ന സമയത്തും അവിടെ നമ്മൾ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മുകളിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ആ ഏരിയകളിലാണ് ഫുഡ് ലാമ്പിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് ഹൈറ്റ്, അതായത് നമ്മുടെ ഫ്ലോറിൽ നിന്നും 10 ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ ഏരിയകളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 8 മോഡുകളുടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മറ്റേ പുറത്ത് ലൈറ്റ്സുകളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇപ്പം 2 വേ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ 2 ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നും താഴെയിൽ നിന്നും, അതായത് 2 വേ സ്വിച്ച് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡിങ് കയറി വരുന്ന സമയത്ത്, സ്റ്റെയർ കയറി വരുന്ന സമയത്ത് ഓൺ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് താഴെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓൺ ചെയ്യുന്ന പൊസിഷനും വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 2 വേ സ്വിച്ച് കൂടി കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് നമ്മൾ ഈ സെക്ഷൻ്റെ ഏറ്റവും 2 സൈഡിലായിട്ട് ലാൻഡിങ്ങിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ ഹൈറ്റ്, സ്വിച്ച് ബോർഡിൻ്റെ എല്ലാ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡിങ്ങിൽ മെയിനായിട്ട് വരുന്ന, നമ്മുടെ സ്റ്റെയറിൽ വരുന്ന മെയിൻ ലൈറ്റാണ് ഈ കാണുന്നത്. അതായത് ലാൻഡിങ്ങിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ കൊടുത്തിട്ടില്ല. സെൻറ്ററിൽ കർട്ടൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി 2 സൈഡുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 സൈഡുകളിൽ നമ്മൾ അത്യാവശ്യം വെട്ടം കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഫാൻസ് ലൈറ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്കൊന്ന് ചെറിയ 2 അടി വരാവുന്ന ഒരു LED ട്യൂബ് സെറ്റ് കൊടുത്താലും നല്ല നീറ്റായിട്ട് നല്ല വെട്ടം കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമേ തന്നെ നമ്മൾ എത്ര ഫുഡ് ലാമ്പ് കൊടുക്കുമെന്നാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫുഡ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം 5 ഫുഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ 2 മോഡുകളുടെയാണ്. മാർക്കറ്റിൽ നമുക്ക് 3 മോഡുകളുടെ, 2 മോഡുകളുടെ, 4 മോഡുകളുടെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 4 മോഡുകളൊക്കെ വെക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ വലിയ വലിപ്പം ഫീൽ ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ബെറ്റർ 2 മോഡുകളുടെ ഫുഡ് ലാമ്പ് കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ ഫുഡ് ലാമ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫുഡ് ലാമ്പ് നമ്മൾ സെലക്ട് ചെയ്തു. ഫുഡ് ലാമ്പ് സെലക്ട് ചെയ്തതിന് ശേഷം പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഫുഡ് ലാമ്പ് ചെറുതായിട്ട് ഡിം ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. അതുമാത്രമല്ല, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും 2 വേ സ്വിച്ച് ആണെങ്കിലും ഏത് സ്വിച്ച് ആണെങ്കിലും ചെറിയ ലൈറ്റുകൾ ഓഫ് ചെയ്താലും വളരെ ഡിമ്മായിട്ട് ലൈറ്റ് ബ്രൈറ്റ് ചെയ്ത് കത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്ന് വരുന്നത് ഇൻഡക്ഷൻ കറണ്ടാണ്. ഇൻഡക്ഷൻ കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വരുന്ന ഇൻഡക്ഷൻ കറണ്ട്. പണ്ടത്തെ വയറിങ്ങിനാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പണ്ട് ഉപയോഗിച്ചിരുന്ന ലൈറ്റുകളെല്ലാം തന്നെ നമ്മൾ ഫിലമെൻറ്റ് ബൾബുകളായതുകൊണ്ട് അത്ര ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ബൾബുകളല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് LED ബൾബുകൾ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വോൾട്ടേജ് മതി. ചെറിയൊരു വോൾട്ടേജ് ഇൻഡക്ഷൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കൂടിയും അത് ബ്രൈറ്റായിട്ട് ചെറിയ രീതിയിൽ ബ്രൈറ്റായിട്ട് കത്തും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ കാണുന്നത്. പണ്ടും ഈ ഇൻഡക്ഷൻ കറണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം LED ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാവും. കാരണം പല രീതിയിലും ചെയ്യുന്ന പോലെ തന്നെ 2 വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ന്യൂട്രലിലേക്ക്, അതായത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഉള്ള സമയത്ത് വർക്ക് ചെയ്യും. അല്ലാത്ത രീതിയിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് 2 വേ സ്വിച്ച് കൊടുത്തിട്ട് അത് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്ത് അത് എർത്താക്കി ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്താൽ ഓഫാം എന്ന് പറയുന്നത് നല്ലൊരു രീതിയല്ല. കാരണം വെച്ചാൽ പ്രൊഫഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്വിച്ചുകളിലും ഇതുപോലെ വർക്ക് ചെയ്യുന്ന, അതായത് ഇൻഡക്ഷൻ മുഖേന വർക്ക് ചെയ്യുന്ന എല്ലാ ലൈറ്റുകൾക്കും ഇതിനും 2 വേ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ മാസ്റ്റർ കൺട്രോളിങ്ങിൽ വരുന്ന ലൈറ്റുകൾക്ക് ഒന്നും മാസ്റ്റർ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന LED ബൾബുകളും. LED നമ്മൾ ഈ ഫുഡ് ലാമ്പുകളാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഡിം ലൈറ്റ്സുകൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപ തൊട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ വില കുറഞ്ഞത്, അതായത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത, അതിൻ്റെ സർക്യൂട്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആയതുകൊണ്ടാണ് ഈ ഡിം ലൈറ്റ്സ് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഗോൾഡ് മെഡലിൻ്റെ, GMൻ്റെ, അതുപോലെ LEസിൻ്റെ ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു മോഡലാണ് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡൽ. ഏകദേശം 200 രൂപ 250 മുകളിലാണ് റേറ്റ് വരുന്നത്. പക്ഷേ നല്ല മോഡൽസാണ് വരുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേറെ ഒരു ഗുണം കൂടിയുണ്ട്. 3 സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. 3 സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രൈറ്റ്നസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ചും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഫുഡ് ലാമ്പുകളും അവൈലബിൾ ആണ്. 2 മോഡുകളുടെയാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഫുഡ് ലാമ്പുകളുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ ഡിം ലൈറ്റ്സും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ 2 വേ സ്വിച്ച് കണക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്, സ്റ്റെയറിൻ്റെ 2 വേ സ്വിച്ചുകളുടെ കണക്ഷൻ അറിയാൻ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ഫുഡ് ലാമ്പ് വെക്കണം, എത്ര ഹൈറ്റിൽ വെക്കണം, ഇത്ര ഹൈറ്റിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.